സ്ട്രക്ചറിനെയാണ് നമ്മൾ പറയുന്നത് കോൾഡ് ആസ് ഫൗണ്ടേഷൻ. Building into two components, foundation and superstructure. So foundation എന്ന് പറയുന്നത് below the ground level and above the ground level is known as superstructure. Okay, above the ground structure. So we are dealing with foundation. What are the different types of foundation and how we are selecting this type of foundation? നമുക്കറിയാം ഓരോ ബിൽഡിങ്ങിനും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. നമ്മുടെ വീടിനുള്ള ഫൗണ്ടേഷൻ അല്ല ഒരു വലിയൊരു ബിൽഡിങ്ങിനുണ്ട് ഒരു നമ്മുടെ കോളേജിനുള്ള ഫൗണ്ടേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ്. ഫസ്റ്റ് നമ്മൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ്, നമ്മുടെ സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ നമ്മൾ ഏതെന്ന് തീരുമാനിക്കുക. ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഇപ്പൊ സോയിൽ നല്ല സോയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൗണ്ടേഷൻ നമുക്ക് കുറച്ച് മതി. സോയിൽ മോശം സോയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ നമുക്ക് എന്ത് വേണം, നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഫൗണ്ടേഷൻ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് കൂടും ഡെപ്ത് കൂടും. ഫൗണ്ടേഷന്റെ വിഡ്ത്തും കൂടും ഡെപ്തും കൂടും. ഓക്കെ, സോ നല്ല സോയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇപ്പൊ ഇഫ് ദ സോയിൽ ഇസ് ഗുഡ് ടു വിത്ത്സ്റ്റാൻഡ് ദ ലോഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷന്റെ തിക്നെസ്സും അതുപോലെ ഡെപ്തും വി ക്യാൻ റെഡ്യൂസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡീൽ വിത്ത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. നിങ്ങൾക്ക് കേൾക്കണില്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഒന്ന് വരയ്ക്കോ? ക്ലിയർ അല്ലേ സൗണ്ട്? ഓക്കെ, ഗുഡ്. ഓക്കെ, so first topic is bearing capacity of soil. So what is meant by bearing capacity of soil? എന്താണ് bearing capacity of soil എന്ന് പറഞ്ഞാൽ? What is known as bearing capacity of soil? So bearing capacity of soil എന്ന് പറഞ്ഞാൽ എത്ര ലോഡ് സോയിലിന് എടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വിത്തൗട്ട് ഫെയിലിയർ, സോയിൽ ഫെയിൽ ആവാതെ എത്ര ലോഡ് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഓക്കെ, എത്ര ലോഡ് ഒരു സോയിലിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഫെയിലിയർ. ദാറ്റ് ഈസ് നോൺ ആസ്, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ദാറ്റ് ഈസ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. സോ നമ്മൾ ലോഡ് ഇവിടെ പറയാ പ്രഷറിന്റെ ഇതിലാണ് അല്ലേ. നമ്മളിപ്പോ സ്ട്രെസ് സ്ട്രെയിൻ സ്ട്രെസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സോ എപ്പോഴും നമ്മൾ ലോഡ് പറയാ ഇപ്പൊ 1000 കിലോഗ്രാം അല്ലെങ്കിൽ 1000 ന്യൂട്ടൺ എന്നൊന്നും അല്ല നമ്മൾ ഒരിക്കലും ലോഡ് എന്ന് പറയാം. ഓക്കെ, ഫോർ ദിസ് കേസ് നമ്മൾ പറയാ പ്രഷറിലാണ് അല്ലെങ്കിൽ ഇന്റൻസിറ്റിയിലാണ് നമ്മൾ പറയാ. ഓക്കെ, ലോഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ആ രീതിയിൽ, അതായത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സിംപ്ലി വി കോൾഡ് ഇറ്റ് ആസ് പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. സോ നമ്മളപ്പോ അങ്ങനെ പറയാണ്, ലോഡിന് പകരം നമ്മൾ എന്ത് പറയും, പ്രഷർ ഇന്റൻസിറ്റി ഓർ പ്രഷർ ഓർ സ്ട്രെസ് അല്ലെങ്കിൽ ലോഡ് പെർ ഏരിയ. സോ ഇറ്റ് ഈസ് ദ intensity of pressure which may be applied by a structure to the soil which support it without excessive settlement or failure of the soil in shear. So അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്, നമുക്ക് അതൊന്നും വേണ്ട. എത്രമാത്രം ലോഡ് അല്ലെങ്കിൽ എത്രമാത്രം പ്രഷറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ബൈ ദ സോയിൽ വിത്തൗട്ട് ഫെയിലിയർ. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, സോ ലോഡ് വരുന്നത് തന്നെയാണ് സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡാണ്. ഒരു ബിൽഡിങ്ങിന്റെ ലോഡ് സോയിലിലേക്ക് വരുമ്പോ ഓക്കെ, അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സോയിലിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ട് ഇസ് ദ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. So there is also a definition, ability of soil to sustain superimposed load without failure or deformation. Okay, superimposed load എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ലോഡ്. Okay, that is it. And there are different types of bearing capacity: ultimate bearing capacity, safe bearing capacity. Okay, so we can discuss what is ultimate bearing capacity and what is safe bearing capacity. So what is meant by ultimate bearing capacity എന്ന് പറഞ്ഞാൽ it is the gross pressure density at which soil fail in shear. അപ്പൊ ഏതൊരു പ്രത്യേക ലോഡിൽ സോയിൽ ഫെയിൽ ആവും, ആ ലോഡിനാണ് നമ്മൾ എന്ന് പറയുന്നത് കോൾഡ് ആസ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്, നമ്മുടെ ബിൽഡിങ്ങിന്റെ ലോഡ് ഫോർ എക്സാമ്പിൾ 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും സോയിലിന് അപ്പൊ 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഉള്ള സോയിൽ എടുക്കുമോ നമ്മൾ ലോഡ് കപ്പാസിറ്റി? ഇല്ല, അതിൽ കൂടുതൽ എന്ത് വേണം, ലോഡ് കപ്പാസിറ്റി ഉള്ള സോയിൽ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. കറക്റ്റ് അതായി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. സോ മാക്സിമം ആ ഒരു ലോഡ് വന്നാൽ സോയിൽ ഫെയിൽ ആവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. സോ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ബിയറിംഗ് കപ്പാസിറ്റി യൂസ്ഡ് ഫോർ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് കപ്പാസിറ്റി നമ്മൾ എപ്പോഴും എടുക്കുക. സേഫ് ആയിട്ടുള്ള ഒരു ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ എടുക്കുക.
അതായത് ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പൊ 100 ന്യൂട്ടൺ വന്നാൽ അത് ഫെയിൽ ആവും സോയിൽ. അപ്പൊ നമ്മൾ 100 ന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്യോ സോയിലേക്ക്? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ലോഡേ നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം സേഫ്റ്റി നമുക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ നമ്മൾ കെയർ ചെയ്യുക. അപ്പൊ 100 ന്യൂട്ടനെ സോയിൽ എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ 100 ന്യൂട്ടൺ ലോഡ് സോയിലേക്ക് കൊടുക്കോ? ഇല്ല. 100-ൽ കുറവേ നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സേഫ് ആയിരിക്കണം എപ്പോഴും. എന്ത് ചെയ്യണം? സേഫ് ആയിരിക്കണം. സോ ഇറ്റ് ഈസ് ദ ബിയറിംഗ് കപ്പാസിറ്റി യൂസ്ഡ് ഫോർ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ. സോ നമ്മൾ നോർമലി സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി? അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ മാക്സിമം അല്ലെങ്കിൽ ഫെയിൽ ആവുന്ന അത്ര ലോഡ്. സേഫ് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് നിൽക്കണം, ത്രൂ ഔട്ട് ദ ലൈഫ് സേഫ് ആയിരിക്കണം. അപ്പൊ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എപ്പോഴും കുറവായിരിക്കും, അൾട്ടിമേറ്റിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ് അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ്. ക്ലിയർ അല്ലേ? അത്രയും സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ സേഫ്റ്റി കൂടും. മനസ്സിലായോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി 10 എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സേഫ് ആവണത്. മനസ്സിലായില്ലേ? അപ്പൊ സോ ഹിയർ വി ആർ ടേക്കിംഗ് ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 to 4, 2 തൊട്ട് 4 വരെ. ഇപ്പൊ 100 ആണ് അതിന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എങ്കിൽ 100 ഡിവൈഡഡ് ബൈ 2, സോ 50 ആയിരിക്കും എന്ത് പറയുന്നത്? ദാറ്റ് ഇസ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് സോയിൽ. ദാറ്റ് ഇസ് നോൺ ആസ് ദ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി? അൾട്ടിമേറ്റ് വെച്ചാൽ മാക്സിമം, സേഫ് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഓക്കെ, വൺ സെക്കൻഡ്. Okay, that is about the bearing capacity. എനിക്ക് ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബിയറിംഗ് കപ്പാസിറ്റി ഒന്ന് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ സ്ക്രീനിൽ ഒന്ന് വരച്ചാൽ മതി. ബിയറിംഗ് കപ്പാസിറ്റി ഒന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ ഓക്കെ. സോ we can move to the next topic. This is the foundation. നമ്മള് ബിൽഡിങ്ങിന്, നമ്മുടെ വീടിനൊക്കെ സാധാരണ നമ്മൾ കരിങ്കല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ അത് സംടൈംസ് നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? കൺസ്ട്രക്ട് ചെയ്യും. ദിസ് ഇസ് എ ഫൗണ്ടേഷൻ. ഹൈ റൈസ്ഡ് ബിൽഡിംഗ്, വലിയ വലിയ ബിൽഡിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കാണുന്നത്. ഓക്കെ, വലിയ വലിയ ബിൽഡിങ്സിന്റെ ഒരു ഫൗണ്ടേഷൻ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ നമുക്കറിയാം we all discuss later എന്താ ഒരു സ്ട്രക്ചർ. Mainly we classified the building components into two. What are they? Superstructure and substructure. So what is mean by superstructure? Above the ground level. And what is mean by foundation? അല്ലെങ്കിൽ substructure, that is below the ground level. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. സബ്സ്ട്രക്ചർ എന്ന് പറയേണ്ട കാര്യമില്ല, ഫൗണ്ടേഷൻ. So it forms the base of any structure that we know. Generally about 30% of the total construction cost is spent for the foundation. Normal ഒരു ബിൽഡിംഗ് ഇപ്പൊ 10 ലക്ഷം രൂപയാണെങ്കിൽ നമ്മൾ അതിന്റെ 3 ലക്ഷം രൂപ നമ്മൾ എന്തിനു വേണ്ടിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? We are providing for the construction of foundation. So foundation അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബേസ് നന്നായാലേ സ്ട്രക്ചറും ക്ലിയർ ആവുള്ളൂ, അത് നമുക്കറിയാം. So foundation is utmost important for a building. So that is it. And the soil on which the foundation rests is known as foundation soil. Appo foundation rest ചെയ്യുന്ന soil we call it as
foundation soil. Okay, so clear ആയി വിചാരിക്കുന്നു. And choices of the foundation depend on. So ഞാൻ പറഞ്ഞു different types of foundation available ആണ്. Okay, ഓരോ ഫൗണ്ടേഷൻ അനുസരിച്ചിട്ടും കോസ്റ്റും മാറും, കോസ്റ്റ് കൂടുകയും കുറയൊക്കെ ചെയ്യും. സോ വാട്ട് ആർ ദ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഹൗ വി ആർ സെലക്ടിങ് ദ ഫൗണ്ടേഷൻ. ഇപ്പോൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മള് പൂഴിമണ്ണിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയിരിക്കില്ല ലാറ്ററൈറ്റ് സോയിലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ. ക്ലിയർ അല്ലേ? അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ഫസ്റ്റ് വി കോൾഡ് ഇറ്റ് ആസ് എന്താ ഫസ്റ്റ് what are the different criteria for selecting foundation. So first criteria they are saying as superstructure and superimposed load. Superstructure and superimposed load. അതായത് എന്താ, നമ്മുടെ ബിൽഡിംഗ് എത്ര നിലയുണ്ട്, ഒരു 10 നില ഉണ്ടെങ്കിൽ അത്ര. പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ഓരോ നിലകളിലും എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു കാർ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നോർമൽ ബിൽഡിങ്ങിനേക്കാളും വെയിറ്റ് കൂടും അതിന്. നിങ്ങൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഒരു കാർ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, അതിന്റെ വെയിറ്റ് കൂടുതലായിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഫസ്റ്റ് ക്രൈറ്റീരിയ ആണ്. എത്ര ലോഡ് വരുന്നുണ്ട്, ലോഡ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ കണ്ടീഷൻ ഓഫ് സൈറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് ബിയറിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സോയിൽ, കണ്ടീഷൻ ഓഫ് സോയിൽ. ഇപ്പൊ എന്താ പറയാ, ചതുപ്പ് നിലമാണ് അല്ലെങ്കിൽ വാട്ടർ എപ്പോഴും പെട്ടെന്ന് വാട്ടർ ഫിൽ ആവുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യും. ആൻഡ് ദ മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സോ നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് ഉണ്ടാവും, മനസ്സിലായോ? ഇപ്പൊ കരിങ്കല്ല് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും എന്താ പറയുന്ന സംഭവമാണെങ്കിൽ മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് അതും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് കോസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഓരോ ഫൗണ്ടേഷനും പല കോസ്റ്റ് ആയിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ്റ്റ് വി ആർ സെലക്ടിങ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോസ്റ്റ് വി ആർ സെലക്ടിങ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. സോ ദീസ് ആർ ദ 4 ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ദ ഫൗണ്ടേഷൻ. ഇതും എക്സാമിന് 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഹൗ യു ആർ സെലക്ടിങ് എ ഫൗണ്ടേഷൻ. സോ ദീസ് ആർ ദ 4 criteria. And what are the purpose of foundation? ഇപ്പൊ ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആചരിക്കുകയാണ് എന്തിനാണ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്? നമുക്ക് നേരെ ഗ്രൗണ്ടിൽ സൂപ്പർ സ്ട്രക്ചർ അങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്താൽ പോരെ? നമുക്ക് ആലോചിക്കാം അല്ലെ, വൈ വി ആർ കൺസ്ട്രക്ടിങ് ഫൗണ്ടേഷൻ. നമുക്ക് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട് സോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോടെ നമുക്ക് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡൗട്ട് ആണ്. സോ why we are constructing foundation. So the first point, it distributes the total load coming on the structure on a large area. അതായത് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയും. ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഒരാണിമ നമ്മൾ കയറി നിൽക്കുന്നതും ഒരു 10 ആണി നെയിലിലെ ഒരു ഒറ്റ ആണിമ നമ്മൾ കയറി നിൽക്കുക. അത് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, 10 ആണി കയറി നിൽക്കുക. ഏതായിരിക്കും നമുക്ക് കൂടുതൽ പെയിൻഫുൾ ഉണ്ടാവുക? ഒരാണിമ കയറി നിൽക്കുന്നതായിരിക്കും. കാരണം അവിടെ ഏരിയ കുറയാണ് അല്ലെ. അത് ലോഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ അവിടെ കുറയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ലോഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോഡ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ സേഫ് ആക്കാൻ പറ്റും കുറച്ചും കൂടി. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ, ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യണം, നമുക്ക് കൂട്ടണം. ഓക്കെ, ഇപ്പൊ നമ്മൾ കാറായാലും വണ്ടികളായാലും ടയറിന് അധികം വീതിയുള്ള ടയർ ആണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും എന്ന് പറയാറില്ലേ? ടയറിന് വീതി കൂടിയ ടയർ ആണെങ്കിൽ കുറച്ചും കൂടി സേഫ് ആയിരിക്കും നമ്മൾ പറയും. അപ്പൊ ചില ആൾക്കാർ ബൈക്കിനൊക്കെ വീതി കുറവുള്ള ടയർ ആയിരിക്കും, അവരെന്ത് ചെയ്യും, പോയിട്ട് വീതി കൂടുതലുള്ള ടയറൊക്കെ ഫിറ്റ് ചെയ്യുന്നത് കാണാം. ദ റീസൺ അത് തന്നെയാണ്, ആ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ കൂട്ടാണ്. മനസ്സിലായില്ലേ? ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ കൂട്ടാണത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ ഒരു ചെറിയ ടയർ ആണെങ്കിൽ അതൊരു 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ എങ്കിൽ, വലിയ ടയർ ഇടുമ്പോൾ ഒരു 30 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ആവും. അപ്പൊ ലോഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഏരിയ കൂട്ടാണ്. അപ്പൊ പ്രഷർ ലോഡിന്റെ ഇന്റൻസിറ്റി കുറയും. സോ ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫൗണ്ടേഷൻ. നമുക്ക് ആലോചിച്ചറിയാം, നമ്മുടെ വാൾ തിക്നെസ് അല്ല, നമ്മുടെ ചുമരിനുള്ള തിക്നെസ് അല്ല ഫൗണ്ടേഷന്റെ തിക്നെസ്, അത് കുറച്ചും കൂടി കൂടുതലല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ, തറ പണിയുമ്പോ എന്താ, ഫൗണ്ടേഷന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കില്ലേ ദെൻ വാൾ തിക്നെസ്. അപ്പൊ വാൾ തിക്നെസ് 20 സെന്റിമീറ്റർ ആയിരിക്കും, പക്ഷെ ഫൗണ്ടേഷൻ തിക്നെസ് ഒരു 60 സെന്റിമീറ്റർ ഉണ്ടാവും. റീസൺ എന്താ? ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ കൂട്ടുക. അപ്പൊ ലോഡ് കുറച്ച്
ക്യാരി ചെയ്താൽ മതി. ആൻഡ് ദ സപ്പോർട്ട് ഓഫ് ദ സ്ട്രക്ചർ, സ്ട്രക്ചറിനോട് സപ്പോർട്ട് ഉള്ളത്, ഇറ്റ് ഗീവ് ഇനഫ് സ്റ്റെബിലിറ്റി ഫോർ ദ സ്ട്രക്ചർ അഗൈൻസ്റ്റ് വേരിയസ് ഡിസ്റ്റർബിംഗ് ഫോഴ്സസ് സച്ച് ആസ് വിൻഡ് ആൻഡ് റെയിൻ. നമുക്കറിയാം അല്ലെ, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്താൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടും. ഫൗണ്ടേഷൻ ഇല്ലാതെ നമ്മൾ വീട് മണ്ണിൽ പണിയാണെങ്കിൽ എന്താ ഉണ്ടാവുക, മഴ പെയ്യുമ്പോൾ വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറും, വിൻഡ് ഒക്കെ പെട്ടെന്ന് എഫക്ട് ചെയ്യും, സോയിൽ സ്ലൈഡിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബിൽഡിംഗ് എന്ത് ചെയ്യും, കൊളാപ്സ് ചെയ്യും. ആൻഡ് ടു പ്രിപ്പയർ എ ലെവൽ സർഫസ് ഫോർ കോൺക്രീറ്റിംഗ് ആൻഡ് മേസൺറി വർക്ക്. ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ലെവൽ ആയിട്ടുള്ള ഒരു സർഫസ് നമുക്ക് കിട്ടും. Okay, so these are the different purpose of foundation. And next is factors affecting the design of foundation. That നമ്മൾ ഓൾറെഡി സെലക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ. നമുക്ക് ഡിസൈനിലേക്ക് നമുക്ക് കിടക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ടൈപ്പ് ഓഫ് സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കണ്ടീഷൻ. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, അവിടെ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പൊ ചില സോയിൽ കണ്ടിട്ടില്ലേ, എപ്പോഴും ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സോയിൽ കണ്ടിട്ടില്ലേ, അതിന് വാട്ടർ ടേബിളിന്റെ ഒരു പ്രോപ്പർട്ടി വരുന്നത്. പെട്ടെന്ന് എന്താ പറയാ, വെള്ളം നിറയുന്ന ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. ആൻഡ് സ്ട്രക്ചറൽ റിക്വയർമെന്റ് ആൻഡ് ഫൗണ്ടേഷൻ, സ്ട്രക്ചറൽ റിക്വയർമെന്റും ആൻഡ് ഫൗണ്ടേഷൻ. ആൻഡ് സൈറ്റ് കണ്ടീഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടർ depending upon the site condition and environmental factor and economy etc. So these are the design of foundation. നമുക്ക് ഡിസൈൻ ഓഫ് ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കാനാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിലേക്ക് കിടക്കാം. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. എന്തൊക്കെ ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്, 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, കാരണം ഒരു 5 ടൈപ്സ് വരുന്നുണ്ട്. സോ മെയിൻലി ദ ഫൗണ്ടേഷൻ ഇസ് ക്ലാസിഫൈഡ് ഇൻടു ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ് ഫൗണ്ടേഷൻ. നമ്മുടെ വീടിനൊക്കെ നമ്മൾ സാധാരണ കൺസ്ട്രക്ട് ചെയ്യുക ഷാലോ ഫൗണ്ടേഷൻ ആണ്, അതായത് ഡെപ്ത് കുറവായിരിക്കും. ഇനി ഒരു കൊച്ചി മെട്രോനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ വലിയ വലിയ ബിൽഡിങ്സിനൊക്കെ എന്തായിരിക്കും, ഡീപ് ഫൗണ്ടേഷൻ ആയിരിക്കും, അതിന്റെ ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂടുതലായിരിക്കും. Okay, so these are the difference between shallow foundation and deep foundation. So shallow foundation or the depth of foundation is less than or equal to the width of foundation. അതായത് ഫൗണ്ടേഷന്റെ ഡെപ്ത് അതിന്റെ വിഡ്ത്തിനേക്കാളും എന്താ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഫൗണ്ടേഷന്റെ വിഡ്ത്ത് ഒരു 60 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 60 കുറവായിരിക്കും. വരച്ച് അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടിന് എന്ത് ചെയ്യാണ്, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ദിസ് ഇസ് ദ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. അപ്പൊ വിഡ്ത്തിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ദിസ് ഇസ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് ദിസ് ഇസ് നോൺ ആസ് ദ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ബി. സോ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷനേക്കാളും കുറവോ അല്ലെങ്കിൽ സെയിമോ ആവുന്ന ഫൗണ്ടേഷനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഷാലോ. ഷാലോ എന്ന് പറഞ്ഞാൽ അധികം ഡെപ്ത് അല്ലാത്തത്. നമുക്കറിയാം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഷാലോ. That is the shallow foundation. And the foundation, next point in the, and this foundation transmit load of superstructure to the ground immediately. അതായത് അപ്പൊ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ ലോഡ് അപ്പൊ തന്നെ എന്ത് ചെയ്യും, സോയിലിലേക്ക് നമ്മൾ അപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാണ് ഫൗണ്ടേഷൻ. കാരണം ഇതിന് ഡെപ്ത് കുറവാണ്, അപ്പൊ പെട്ടെന്ന് സോയിലിനായിട്ടുള്ള കോണ്ടാക്ട് വരും, അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യും, ലോഡ് ട്രാൻസ്ഫറിങ് നടക്കും. മനസ്സിലായില്ലേ, പെട്ടെന്ന് ലോഡ് ട്രാൻസ്ഫറിങ് അവിടെ നടക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു അയൺ റോഡ് നമ്മൾ ചൂടാക്കുകയാണ്. നല്ല ലെങ്ത് ഉള്ള അയൺ റോഡ് നമ്മൾ ചൂടാക്കണമെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഹീറ്റ് വരില്ല. പക്ഷെ ലെങ്ത് കുറവുള്ള ഒരു അയൺ റോഡ് നമ്മൾ ചൂടാക്കണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ചൂട് കിട്ടും. കണ്ടക്ടിവിറ്റി ലൈക്ക് വൈസ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യാം, അത് ടൈമിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഷാലോ ഫൗണ്ടേഷൻ ആകുമ്പോൾ ഡെപ്ത് കുറവാണ്, അപ്പൊ പെട്ടെന്ന് സോയിലേക്ക് ലോഡ് ട്രാൻസ്ഫറിങ് നടക്കും. ആൻഡ് യൂസ്ഡ് വെൻ ദ സ്ട്രക്ചർ റെസ്റ്റ് ഓൺ ഹാർഡ് സോയിൽ. നല്ല സോയിൽ ഉള്ളതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൗണ്ടേഷൻ ഷാലോ ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ, കാരണം ഡെപ്ത് കുറയാണ്, അപ്പൊ എക്കണോമിക്കൽ ആവും. സോ നമുക്കറിയാം. സോ ദിസ് ആർ ദ അല്ലെങ്കിൽ ദിസ് ഇസ് ദ ഷാലോ ഫൗണ്ടേഷൻ. ഇതിനാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് ലോഡ് ട്രാൻസ്ഫറിങ് ഇമ്മീഡിയറ്റ്ലി ടു ദ സോയിൽ. ആൻഡ് പിന്നെ നമുക്ക് എന്ത് പറയാം, ആൻഡ് ഇറ്റ് ഈസ് പ്രിഫേർഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഹാർഡ് സോയിൽ ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് എക്കണോമിക്കൽ.
ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡീപ് ഫൗണ്ടേഷൻ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് പറയുന്നത്, ഡീപ് ഫൗണ്ടേഷൻ. അതായത് ഫൗണ്ടേഷന്റെ ഡെപ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത് ഓഫ് ഫൗണ്ടേഷൻ എങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് എ ഡീപ് ഫൗണ്ടേഷൻ. അപ്പൊ വലിയ വലിയ ബിൽഡിങ്സിനൊക്കെ ഡീപ് ഫൗണ്ടേഷൻ ആയിരിക്കും. വലിയ വലിയ ബിൽഡിങ്സിനൊക്കെ ഡീപ് ഫൗണ്ടേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്താ നമുക്ക് പറയാം, വെൻ ദ ഗ്രൗണ്ട് ഈസ് വീക്ക്, അതായത് സോയിൽ അത്ര ഹാർഡല്ല, വീക്ക് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക, ഏത് ഡീപ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, സോയില് ഹാർഡല്ല, ചതുപ്പ് നിലം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അപ്പൊ അങ്ങനത്തെ ഒക്കെ നിലങ്ങളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യാൻ യൂസ്ഡ് ഡീപ് ഫൗണ്ടേഷൻ. സോ എക്കണോമിക്കലല്ല, അത് ഇതാണ്. ഓക്കെ, ഷാലോന്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ് നമുക്ക് എന്ത് വരാം, ഡീപ് ഫൗണ്ടേഷൻ വരാം. And we can discuss about the shallow foundation. So shallow foundation are of different types. So we can discuss what are the different types of shallow foundation. So first is isolated footing. Okay, first ആണ് isolated footing or spread footing or column footing. Okay, first type ആണ് പറയുന്നത് different types of shallow footings ആണ്. Shallow footings എന്ന് പറഞ്ഞാൽ അധികം ഡെപ്ത് ഇല്ലാത്തത്. So isolated footing, spread footing and column footing or column footing. These are different names. So what is meant by isolated footing എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ വീട് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ വിടാം, നമുക്ക് ബിൽഡിങ്സ് എന്നുള്ള ഇതിലേക്ക് വരാം. ഓക്കെ, സ്ട്രക്ചറൽ ബീം കോളം ഒക്കെ ഉള്ള ബിൽഡിങ്സിലേക്ക് നമുക്ക് വരാം. അപ്പൊ ബീം കോളം ഒക്കെ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കറിയാം കോളം അല്ലെ, കോളം ബീം എന്താണെന്ന് അറിയാം. വെർട്ടിക്കൽ മെമ്പർ നമ്മൾ കോളം എന്ന് പറയും, ഹൊറിസോണ്ടൽ മെമ്പർ നമ്മൾ ബീം എന്ന് പറയും. നമുക്കറിയാം ഓരോ കോളം ഗ്രൗണ്ടിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓരോ കോളത്തിനും സെപ്പറേറ്റ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കണമെങ്കിൽ വി കോൾഡ് ഇറ്റ് ആസ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓർ സ്പ്രെഡ് ഫൂട്ടിംഗ് ഓർ കോളം ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയും ഓരോ കോളത്തിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫൗണ്ടേഷൻ കൊടുക്കുകയാണ്. മനസ്സിലായോ, ഓരോ കോളത്തിനും ഓരോ ഫൗണ്ടേഷൻ. മനസ്സിലായോ, ഇതുപോലെ നമുക്ക് ഫിഗറിൽ കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. അപ്പൊ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആർ പ്രൊവൈഡഡ് ഫോർ കോളം. ഒരു കോളം, ഓരോ കോളത്തിനും ഓരോ ഫൂട്ടിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദ കോളം ഇൻവോൾവ്ഡ് ക്യാൻ ബി പ്രൊവൈഡഡ് വിത്ത് മേസൺറി ഓർ കോൺക്രീറ്റ് ഫൂട്ടിംഗ്. അത് നമുക്ക് കോൺക്രീറ്റ് ആവാം അല്ലെങ്കിൽ മേസൺറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇഫ് ദ മേസൺറി ഫൂട്ടിംഗ് ഇസ് പ്രൊവൈഡഡ്, സ്റ്റെപ്സ് ആർ ഗിവൺ. ഓക്കെ, അപ്പൊ ഇത് മേസൺറി ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അല്ലേ, സ്റ്റെപ്പ് നമ്മൾ കണ്ടില്ലേ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. സോ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്തായിരിക്കും കൊടുക്കുന്നുണ്ടാവും, അപ്പൊ കുറച്ചും കൂടി ഏരിയ കൂടുതൽ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. കണ്ടില്ലേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇത് RCC ആണ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗിൽ തന്നെ RCC ആണ്, കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഫൂട്ടിംഗ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണെങ്കിൽ സ്റ്റെപ്പ് പോലെ ആയിരിക്കും. മേസൺറി ആണെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടുത്തെ RCC ഫൂട്ടിങ്ങും സ്റ്റെപ്പ് പോലെ തോന്നുന്നുണ്ടാവും, അങ്ങനെയല്ല, അത് സ്ലോപ്പിംഗ് ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, ഫിഗറിൽ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇതുപോലെ ഇതാണ് RCC ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്. ഓരോ കോളത്തിനും സെപ്പറേറ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാലും ഫൂട്ടിങ്സ് എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്, കാല്, ഫൂട്ട്. ഓക്കെ, സോ സെയിം മീനിങ്. സോ ദിസ് ഇസ് ദ ഐസൊലേറ്റഡ്. നെക്സ്റ്റ് ഇസ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്. അപ്പൊ നമുക്ക് ആ ഫിഗറിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അതായത് ഒരു വാൾ, ചുമര്, ആ ചുമരിന് താഴെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ കൊടുക്കാം. നമ്മുടെ സാധാരണ വീടിനൊക്കെ അങ്ങനെയല്ല നമ്മൾ ചെയ്യാം. നമുക്കൊരു ചുമരുണ്ടെങ്കിൽ ആ ചുമരിന് കംപ്ലീറ്റ് താഴ്ഭാഗത്ത് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, അതല്ല ശരിക്കും സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എത്രയാണോ വാളുള്ള ആ വാളിന് കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് നമ്മൾ പറയാ സ്ട്രിപ്പ്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കോളത്തിന് കൊടുക്കുന്ന ഫൗണ്ടേഷൻ നമ്മൾ പറയുന്നത് ഐസൊലേറ്റഡ്. ഓക്കെ, വാളിന് കൊടുക്കുന്ന ഫൗണ്ടേഷൻ. സോ ദീസ് ആർ ദ സ്പ്രെഡ് ഫൂട്ടിംഗ് പ്രൊവൈഡഡ് ഫോർ ലോഡ് ബിയറിംഗ് വാൾ. വാളിന്റെ താഴെ കൊടുക്കുന്ന ഫൗണ്ടേഷൻ, ചുമരിന്റെ താഴെ. സോ നമുക്ക് ഫിഗറിൽ കാണാം. ഓർ ഓൾസോ പ്രൊവൈഡഡ് ഫോർ റോസ് ഓഫ് കോളം. ഒരുപാട് കോളം അടുപ്പിച്ചുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അടുപ്പിച്ച് കോളംസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ദേ ക്യാൻ ബി സിമ്പിൾ ഓർ സ്റ്റെപ്ഡ്. സിമ്പിൾ ഓർ സ്റ്റെപ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഈ ഇവിടെ സ്റ്റെപ്പ് പോലെ നമ്മൾ എന്ത് ചെയ്യും,
സോറി. ഓക്കെ, സോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫൗണ്ടേഷൻ കണ്ടോ, അത് ചിലപ്പോൾ സ്റ്റെപ്പ് പോലെ നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യും, ഓർ സിംപിളി ഇതുപോലെ സിമ്പിൾ ആയിട്ട് അതിന്റെ മുകളിൽ വാള്. ഓക്കെ, സോ ലൈക്ക് വൈസ് വി ആർ യൂസിങ് ഓക്കെ. സിമ്പിൾ സ്റ്റെപ്പ് ഫൂട്ടിംഗ് ആണെങ്കിൽ ലൈറ്റ് ലോഡ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, സ്റ്റെപ്പ് ഇടാകുമ്പോ കുറച്ചും കൂടി ലോഡ് അത് ക്യാരി ചെയ്യും. സ്റ്റെപ്പ് മനസ്സിലായല്ലോ, സ്റ്റെപ്പ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് പഠിച്ചില്ലേ, നമ്മൾ അതിനെന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യിക്കുകയാണ്, രണ്ടിനെയും കൂടി ചേർത്ത് ഒറ്റ ഫൂട്ടിംഗ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, മറ്റേ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അങ്ങനെയല്ല, കമ്പൈൻഡ് ആയിട്ട്. അപ്പൊ അഡോപ്റ്റ് വെൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ടു കോളം ഇസ് സോ സ്മോൾ, രണ്ട് കോളം തമ്മിലുള്ള സ്പേസിങ് വളരെ കുറവാണെങ്കിൽ നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് ഫൗണ്ടേഷൻ കൊടുക്കേണ്ട കാര്യമില്ല, ഒറ്റ ഫൗണ്ടേഷനിൽ നമുക്ക് കൊടുത്താൽ മതി. അപ്പൊ കുറച്ചും കൂടി സേഫ് ആവും അത്. ഓക്കെ, അഡോപ്റ്റഡ് വെൻ ദ സ്പേസ് ബിറ്റ്വീൻ ടു കോളം ഇസ് സോ സ്മോൾ ദാറ്റ് ഓഫ് ഫൗണ്ടേഷൻ ഫോർ ഇൻഡിവിജ്വൽ കോളം വിൽ ഓവർലാപ്പ്. അപ്പൊ രണ്ട് കോളത്തിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫൗണ്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഓവർലാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ എക്കണോമിക്കലും അല്ല. അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫൂട്ടിങ് കൊടുക്കും ഒറ്റയടിക്ക്. മനസ്സിലായി അല്ലേ, കണ്ടില്ലേ, കമ്പൈൻഡ് ആയിട്ട് രണ്ട് കോളത്തിന് നമ്മൾ സെപ്പറേറ്റ് അല്ലാതെ കമ്പൈൻഡ് ആയിട്ട് ഒറ്റ ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആർ proportional in such a way that the center of gravity of the load coincide with the center of gravity of the foundation. അതായത് ഫോർ എക്സാമ്പിൾ രണ്ട് കോളം ഉണ്ട്, ഒരു കോളം 100 ലോഡ് എടുക്കും, ഒരു കോളം 200 ലോഡ് കൊടുക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ഫിഗർ ഉണ്ടല്ലോ, രണ്ടെണ്ണല്ലേ, റെക്ടാങ്കിളും ട്രപ്പിസോയിഡും കണ്ടോ, റെക്ടാങ്കിളും ട്രപ്പിസോയിഡ് രണ്ട് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഒരു കോളം 100ഉം ഒരു കോളം 200 ലോഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും റെക്ടാങ്കുലർ ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരെണ്ണം കൂടുതൽ ലോഡ് എടുക്കുന്നത്, അപ്പൊ അവിടെ കൂടുതൽ ഫൗണ്ടേഷൻ കൊടുക്കണം. ഒരെണ്ണം കുറവ് ലോഡ് എടുക്കുന്നത്, അപ്പൊ അവിടെ കുറച്ച് ഫൗണ്ടേഷൻ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ട്രപ്പിസോഡൽ നമ്മൾ കൊടുക്കും, ട്രപ്പിസോഡൽ ഷേപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. അപ്പൊ ട്രപ്പിസോഡൽ ഷേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ഥലത്ത് കൂടുതലായിരിക്കും, ഒരു സ്ഥലത്ത് കുറവായിരിക്കും. സോ കൂടുതൽ ലോഡത്തേക്ക് കൂടുതൽ ഏരിയയും കുറവുള്ളടത്ത് കുറവ് ഏരിയയും കൊടുക്കും. ഇനി ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുന്നത്, കമ്പൈൻഡ് ഫൂട്ടിങ്ങിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തന്നെ ആയിരിക്കണം ഈ രണ്ട് കോളത്തിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ, റിസൾട്ടന്റ് എന്നൊക്കെ പറയല്ലോ നമ്മൾ, അത് ഇതിന്റെ സെന്ററിൽ തന്നെ എന്ത് ചെയ്യണം, ആക്ട് ചെയ്യണം, അറിഞ്ഞിരിക്കാം. ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം നിൽക്കണ്ട. ഓക്കെ, ലോഡ് കൂടുതൽ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, അതുപോലെ. അപ്പൊ അങ്ങനെ എന്താവും, രണ്ട് കോളത്തിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഫൗണ്ടേഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം സെന്ററിൽ മീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, footing are of either trapezoidal or rectangular. അപ്പൊ റെക്ടാംഗിൾ യൂസ് ചെയ്യാൻ രണ്ടിനും സെയിം ലോഡ് വരുമ്പോൾ, രണ്ടിനും ഡിഫറെന്റ് ലോഡ് വരുമ്പോൾ നമ്മൾ ട്രപ്പിസോയിഡ് യൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ഈ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ബേസ് ഓഫ് ദ ബിൽഡിംഗ്, കണ്ടില്ല, അതായത് ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. മറ്റേ ഐസൊലേറ്റഡ് പോലെ ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ കോളത്തിനും ഓരോ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യും. സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ വാളിന് താഴെ നമ്മൾ കൊടുക്കും, നമ്മുടെ വീടിനൊക്കെ കൊടുക്കുന്നത് സ്ട്രിപ്പ് പോലത്തെയാണ്. കമ്പൈൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കും. മാറ്റ് ഓർ ഗ്രിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. സോയില് നല്ല സോയില്, ഒട്ടും നല്ലതല്ലാത്ത സോയിലാണ് നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുക. അത് കംപ്ലീറ്റ് ബിൽഡിങ്ങിന്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ഫൗണ്ടേഷൻ ആയിരിക്കും. മനസ്സിലായോ, സോ ദാറ്റ് ഇസ് റാഫ്റ്റ് അഡോപ്റ്റഡ് വെൻ ദ ഏരിയ ഓഫ് ഫൂട്ടിംഗ് ഇസ് മോർ ദാൻ 50% ഓഫ് ദ ബിൽഡിംഗ് ഏരിയ. അതായത് ഫൂട്ടിങ്ങിന്റെ ഏരിയ അത് ബിൽഡിങ്ങിന്റെ ഏരിയനേക്കാൾ 50% കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, we are providing raft foundation. In such a case, it is economical to provide a single foundation in the form of slab. അപ്പൊ സ്ലാബ്, ഒറ്റ സ്ലാബ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എക്കണോമിക്കൽ ആയിരിക്കും. അപ്പൊ ഡെപ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് സൂട്ടബിൾ ഫോർ വീക്ക് സോയിൽ ആൻഡ് സെറ്റിൽമെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ സോ ദീസ് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. ആൻഡ് നെക്സ്റ്റ് ഇസ് കാന്റിലിവർ. അപ്പൊ കാന്റിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയും. കാന്റിലിവർ ഓർ സ്ട്രാപ്പ്, അതായത് ഇതുപോലെ രണ്ട് കോളംസ്, രണ്ട് ഫൂട്ടിങ്സ് ഉണ്ടാവും. നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു സ്ട്രാപ്പ് ബീം വെച്ച് കണക്ട് ചെയ്യും. കമ്പൈൻ ഫൂട്ടിംഗ് പോലെ തന്നെ വേറെ, കമ്പൈൻ ഒറ്റയടിക്ക് ഒരു ഫൂട്ടിംഗ് ഉണ്ടാക്കും. ഇതങ്ങനെയല്ല, രണ്ടിനും സെപ്പറേറ്റ് ഉണ്ടാവും, ബട്ട് ദേ ആർ കണക്റ്റഡ് യൂസിങ് എ സ്ട്രാപ്പ്.
ഒരു സ്ട്രാപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, സ്ട്രാപ്പ് ബീം വെച്ചിട്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, സോ നമ്മളിത് എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കറക്റ്റ് ഇപ്പൊ നമ്മുടെ കോളത്തിന്റെ കറക്റ്റ് താഴെ നമുക്കിപ്പോ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ലെന്നിരിക്കുക. എന്തെങ്കിലും കാരണത്താൽ ഇപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പാറയുണ്ട്, പാറയ്ക്ക് നമുക്ക് പൊട്ടിക്കാം, എന്നാലും എന്തെങ്കിലും നമുക്ക് അവിടെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ബട്ട് അവിടേക്കാണ് കറക്റ്റ് ആയിട്ട് കോളം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ത്രൂ ഔട്ട് ദ താഴെ തൊട്ട് താഴെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാപ്പ് ഫൂട്ടിങ് നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദാറ്റ് കേസ് വി ആർ യൂസിങ് സ്ട്രാപ്പ് ഫൂട്ടിങ്. കറക്റ്റ് താഴെ നമുക്ക് എന്ത് ചെയ്യാൻ, ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, വി ആർ പ്രൊവൈഡിങ് സ്ട്രാപ്പ് ഫൂട്ടിങ്. ആൻഡ് ദർ ആർ ഇത്രയൊന്നും 5-6 പഠിച്ചാൽ മതിട്ടാ. ഇതൊക്കെ ടൈപ്സ് ഉണ്ട്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കാം. ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് ആർക്ക് ഫൗണ്ടേഷൻ. നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, മിനിമം ഒരു 5-6 5 മതി. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ്. ഇൻവേർട്ടഡ് ആർച്ച് ഡാം, അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. അപ്പൊ 5-6-10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയൊന്നും നമ്മൾ നീട്ടി വെച്ച് ചെയ്തേണ്ട കാര്യമില്ല. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ്. അറിഞ്ഞിരിക്കേണ്ട ഗ്രില്ലേജ്, ദിസ് ഇസ് അനദർ ടൈപ്പ്. അതായത് എന്ത് ചെയ്യും, ഒരു ഇതുണ്ടാവും, അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും അത്. സ്റ്റീൽ സ്ട്രക്ചറിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ കണ്ടിട്ടില്ലേ, ഇപ്പൊ ലുലു മാളിലേക്ക് പോകുമ്പോ കാർ പാർക്കിംഗ് സ്റ്റീൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, അതുപോലെ ഇപ്പൊ കാർ ഷോറൂം, വർക്ക്ഷോപ്പ്, ഇതൊക്കെ സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും, ഇൻഡസ്ട്രീസ് ഒക്കെ. അപ്പൊ സ്റ്റീൽ സ്ട്രക്ചറിന് കൊടുക്കുന്ന ഫൗണ്ടേഷൻ നമ്മൾ നോർമലി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഗ്രില്ലായിട്ട്, ഗ്രില്ല് എന്ന് പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യുക എന്താ, വലിയ വലിയ സെക്ഷൻസ് ആയിരിക്കും, ഐ സെക്ഷൻ, ടി സെക്ഷൻസ് ഒക്കെ ആയിരിക്കും. Okay, so next we can discuss about the deep foundation. Okay, so that is about the shallow foundation. 5-6 പഠിച്ചു വെക്കാം shallow ന്റെ. Next നമുക്ക് deep foundation പഠിക്കാം. Deep foundation are of two types, pile foundation and well foundation. Pile foundation and well foundation. What are the different types of pile foundation? Okay, so we can discuss about what are the different types of pile foundation. So pile foundation എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൈലിംഗ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വിയറ്റ്നാം കോളനി ഫിലിമിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പൈലിംഗ് ചെയ്യുമ്പോൾ ബിൽഡിംഗ് ഒക്കെ കിടന്ന് ഇടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കൊച്ചി മെട്രോണൊക്കെ നമ്മൾ പൈൽ ചെയ്തിട്ട് ചെയ്യാം. വലിയ വലിയ ഷോപ്പിംഗ് മാൾ ഒക്കെ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യാം. കാരണം ഡീപ്പ് ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അവിടെ പൈലിംഗ് ആവശ്യമുണ്ട്, ഇതാകാം. അപ്പൊ പൈലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പണ്ട് കാലത്തൊക്കെ വുഡൻ പൈലിംഗ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. വുഡന്റെ വലിയ സാധനം നമ്മൾ മണ്ണിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യും. ഓക്കെ, സോ പൈൽ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിനുള്ള ടൈം ഇല്ല, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഷാലോ എന്താ പറയാ, ഡീപ് ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കട്ടെ കേട്ടാ. പോലെ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ ഷാലോ ഫൗണ്ടേഷൻ? ക്ലിയർ ആണോ എല്ലാവർക്കും? അല്ല, 2 സബ്ജക്റ്റ് ആയിരുന്നല്ല. വേറെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ലീവ് ചെയ്യാം കേട്ടാ. നമുക്ക് വെള്ളിയാഴ്ച ബാക്കി കണ്ടിന്യൂ ചെയ്യാം.